ഇവിടെ ഒരു ചുവര് ഒന്ന് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വേണം, മരുന്നിനെന്ന് പറയുമ്പോൾ മണ്ണിൽ പെടുത്തണോ, നമ്മുടെ ഒരു എണ്ണയുടെ കുപ്പിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ താഴത്തെ നിലയിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ താഴത്തെ നിലയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടെ വെച്ചിട്ട്, അത് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ ഒരു സുഹൃത്ത് വഴി വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചാടാ, നീ ഏത് ഷെഡിലിരുന്നാണ് ആ വീഡിയോ ഇട്ടത്? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു. കാരണം സത്യം, നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഒരുമാതിരി ഒരു ഷെഡ് പോലെ കിടക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഷെഡിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഇവിടെ ഒരു ചുവര് ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പെയിൻ്റ് അടിക്കാനുള്ള പണിയും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തത്തിലൊരു വ്യൂ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ മൊത്തത്തിൽ ഇന്നത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്രിക്കട പോലെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോലെയൊക്കെയാണ് ഫീൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മേശ, ഒരു ലാപ്ടോപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ബുക്കുകൾ, ഈ ഫാന്, ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ എഡിറ്റ് ചെയ്ത് മുഷിയുമ്പോൾ വായിക്കാനായിട്ട് കുറച്ച് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ എഴുത്ത്, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ് ഈ മുൻവശം. ഈ നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന ഒരു സ്പേസാണത്. കാരണം നമ്മൾ ഈ താഴത്തെ നിലയുടെ ഈ ഭാഗം ഈ ചുവരൊന്നും കെട്ടി അടച്ചിട്ടില്ല. ഭാവിയിൽ എന്തെങ്കിലും കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും ഇവിടെ തുടങ്ങണമെന്ന ഐഡിയയിലാണ് ഇതിങ്ങനെ പില്ലറിൽ നിർത്തി ഒഴിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഇനി വേറെ പണികളൊന്നും ചെയ്യാത്തത്. ഇവിടെ എന്ത് ചെയ്യണമെന്ന ഐഡിയ എനിക്കിപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഏതായിരുന്നാലും ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പെയിൻറ്റ് മിച്ചം ഉണ്ടായിരുന്നു. നമ്മൾ പണിയൊക്കെ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പെയിൻ്റ് ഉണ്ട്. എനിക്ക് ഈ വെള്ള കളർ വേണ്ട, കുറച്ച് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളത്. കാരണം ഈ ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 കോട്ടയൊക്കെ അടിച്ച് നമ്മുടെ ഊപ്പാട് വരും. മാത്രമല്ല നമുക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ ഒരുപാട് വലിയ ലൈറ്റിങ്ങിൻ്റെ ഒന്നും പ്രശ്നം വരില്ല. നമ്മളെയൊക്കെ ഇച്ചിരി ബ്രൈറ്റായിട്ടൊക്കെ വീഡിയോയിൽ കിട്ടാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കട്ട് ചെയ്തൊക്കെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടാനായിട്ട് ഞാൻ പെയിൻറ്റ് കടയിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റെയിനർ വാങ്ങിച്ചായിരുന്നു. നമ്മുടെ ഇവിടെ പഴയ സ്റ്റെയിനർ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ കട്ടിയായി ചീത്തയായിപ്പോയി. അങ്ങനെ ഒരു പച്ച സ്റ്റെയിനർ വാങ്ങിച്ചു. ഇനി ഈ പച്ച സ്റ്റെയിനർ കുറച്ച് ലൈറ്റായി പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് കറുത്ത സ്റ്റെയിനർ ഞാൻ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അവരെനിക്കൊരു കവറിലാണ് കെട്ടിത്തന്നത്. അങ്ങനെ കവറിൽ കെട്ടിത്തന്ന സാധനത്തിന് ഞാൻ നമ്മുടെ ഒരു എണ്ണയുടെ കുപ്പിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഗ്രീൻ സ്റ്റെയിനർ എന്ന് പറയുന്നത് വെറും 30 രൂപയുള്ളൂ. 30 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇതിൽ പിന്നെ ഈ പിറയിൽ കാണുന്ന ഈ വീപ്പയാണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ വീപ്പയാണ് ഞാൻ ഇവിടെ ഒരു ഏണിക്ക് പകരം അല്ലെങ്കിൽ ലാഡറിന് പകരമൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ വീട് പണി നടന്ന സമയത്ത് മുഴുവനും ഈ വീപ്പയിലാണ് നമ്മൾ കയറി നിന്ന് മുകളിലത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പണികൾ ചെയ്ത ഇതിലാണ്. പിന്നെ കുറേ നാൾ നമ്മളിതിൽ വെള്ളം പിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം പിടിച്ച് വെച്ചിരുന്നപ്പോൾ ഈ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട ഒരു ഹോളാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് ജോലി ചെയ്ത് നമ്മളെ വീട് പണി തുടങ്ങുന്ന ഘട്ടം മുതൽ ഏകദേശം 3 വർഷം കൊണ്ട് നമ്മളെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആശാനാണ് ആയിരിക്കുന്നത്. പിന്നെ ഈ ഷർട്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ, നമുക്ക് വെയിലത്തൊക്കെ പണി ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ഇവിടുത്തെ വെയിൽ വരുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയെന്ന് പണി ചെയ്യുന്നത്, ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ്. ഇവിടെ പണി നടന്ന സമയത്ത് ഏകദേശം 2-2.5 വർഷം കൊണ്ട് എല്ലാ പണികൾക്കും ഞാനിവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷർട്ടാണിത്. ഏതായിരുന്നാലും ഞാൻ പിറകിലത്തെ ആ ചുവര് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇത് സംഭവം ഞാൻ കുറച്ച് പെയിൻ്റ് അടിച്ച്, പക്ഷേ ഇത് ഞാൻ കറക്റ്റ് പച്ച കളറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കലക്കി വന്നപ്പോൾ നീലയാണ് പച്ചയാണെന്ന് കൺഫ്യൂഷനുള്ളൊരു കളറായി. കണ്ടില്ലേ, ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് പച്ചയാക്കണമെന്ന് വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് കളറും ബ്ലാക്ക് സ്റ്റെയിനറും എല്ലാമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നത്. പക്ഷേ എന്തായാലും സംഭവമൊന്നും അതേപോലെ ശരിയായില്ല. എങ്കിലും ഞാൻ ബാക്കിയും കൂടെ ഞാൻ ശരിക്കും ഞാൻ ഒരു പെയിൻറ്ററാണ് കേട്ടോ. ഞാൻ എത്രയോ വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 21ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 2-3 വർഷത്തോളം ഞാൻ പെയിൻറ്റിൻ്റെ പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനൊരു പെയിൻറ്ററായിരുന്നു.
ആ പെയിൻറ്റിൻ്റെ പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന നാളുകൾ വളരെ രസകരമായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു ആ സമയം. നമ്മുടെ ഈ കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പല പല സൈറ്റുകളിൽ ടെൻഷൻലെസ് വർക്കാണ് കേട്ടോ. പെയിൻറ്റിൻ്റെ പണി നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ കൂലിപ്പണികൾക്ക് പോകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആണ്. ജോലി ടെൻഷൻലെസ് വർക്കാണ്. നമ്മൾ അല്പം പോലും ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം പണിക്ക് പോകാൻ പറ്റിയില്ല, നോ പ്രോബ്ലം. നമുക്ക് നമ്മുടെ മേശിരിയുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൻ്റെ അടുത്ത് വിളിച്ച് പറയണം നമുക്ക് നാളെ വരാൻ പറ്റില്ല. അത് വിളിച്ച് പറയുന്ന ചിലപ്പോൾ പിറ്റേന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കിയൊക്കെ കോൺസിക്വൻസ് ഒക്കെ അയാളാണ് അനുഭവിക്കേണ്ടത്. നമ്മൾ ഈ കൂലിപ്പണിക്കൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് പണിയൊക്കെ എടുത്ത് ചെയ്യാതെ ഇതേപോലെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ പെയിൻറ്റിൻ്റെ പണിക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാം. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഡെയിലി 1000-1200 രൂപ ശമ്പളമുണ്ട്. പെയിൻറ്റിൻ്റെ പണിക്ക് പോയി മാത്രം പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി എനിക്ക് ഉള്ള സൗഹൃദങ്ങൾ തന്നെ ഒരുപാടുണ്ടെന്ന്. പിന്നെ സുഹൃത്തുക്കളെ, ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരു വലിയൊരു പ്രായമുള്ള ഒരു മേസ്തിരി ഉണ്ടായിരുന്നു, ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അന്നേ പുള്ളിക്കാരന് ഏകദേശം ഒരു 70-74 വയസ്സോളമൊക്കെ പ്രായമുണ്ടായിരുന്നു. അപ്പോൾ അരശമൂട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത്. അരശമൂട് ഒരു സൈറ്റിൽ പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ കൂടെ പണിക്ക് പോയത്. ആ മേസ്തിരിയുടെ പേര് ഞാൻ മറന്നുപോയി, പേര് ഓർമ്മ വരുന്നില്ല. പക്ഷേ ആ മേസ്തിരി എപ്പോഴും നമ്മളെയൊക്കെ കുറ്റം പറയുന്ന, വഴക്ക് പറയുന്ന, പണിയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിക്കുമ്പോഴത്തേക്കും വഴക്ക് പറയുന്നതാണ്. മരുന്നിനെന്ന് പറയുമ്പം മണ്ണിപ്പെടുത്തുവാണ് പറയും. മേശിരി എപ്പോഴും പറയുന്നൊരു ഡയലോഗാണ്, മരുന്നിനെന്ന് പറയുമ്പോൾ മണ്ണിൽപ്പെടുത്തുവാണ്. എന്ന് വെച്ചാൽ ആ മരുന്നിനെന്ന് പറഞ്ഞാൽ പോലും അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചോണം എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കും, നമ്മളതിന് കണകുണ ചെയ്തു വയ്ക്കും. അപ്പോഴത്തേക്കും മേശിരി പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണിത്. ആർക്കെങ്കിലുമൊക്കെ ഈ പഠിച്ച് വലിയ ജോലിയൊക്കെ നേടാൻ കഴിഞ്ഞില്ല, പെയിൻറ്റിൻ്റെ പണിക്കൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മനസ്സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് ആ ഒരു കാര്യം ചിന്തിച്ച് നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും ഒരുപാട് മറ്റു വലിയ സർക്കാർ ജോലികളിലിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പി, മനസ്സമാധാനം അത് നിങ്ങൾക്കുണ്ടാവും. ചിലപ്പോൾ പൈസയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സമാധാനം നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും.